സങ്കീർത്തനം 114. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യാക്കോബിന്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്നു. ജനതകളുടെ ഇടയിൽ പുറപ്പെട്ടപ്പോൾ യൂദാ അവിടുന്ന്, ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവും ആയി. അതുകണ്ട് കടൽ ഓടിയകന്നു, ജോർദാൻ പിൻവാങ്ങി. പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻപറ്റങ്ങളെപ്പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ, ഓടിയകലാൻ നിനക്കെന്തു പറ്റി? ജോർദാൻ, നീ എന്തിനു പിൻവാങ്ങുന്നു? പർവ്വതങ്ങളെ, നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ, നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളിച്ചാടുന്നതെന്തിന്? കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ. അവിടുന്ന് പാറയെ ജലാശയമാക്കി, തീക്കല്ലിനെ നീരാവിയുമാക്കി. സങ്കീർത്തനം 117. ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ, അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 120. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എനിക്കുത്തരമരുളും. കർത്താവ്, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഞ്ചന നിറഞ്ഞ നാവേ, നിനക്കെന്തു ലഭിക്കും? ഇനിയും എന്തു ശിക്ഷയാണ് നിനക്ക് നൽകുക? ധീരയോദ്ധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ. മേശയ്ക്കയിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കുടുംബങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം. സമാധാനദോഷികളോടുകൂടെയുള്ള വാസം എനിക്ക് മടുത്തു. ഞാൻ സമാധാനത്തിനുവേണ്ടി വധിക്കുന്നു, എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു. സങ്കീർത്തനം 123. സ്വർഗ്ഗത്തിൽ വാഴുന്നവനേ, അങ്ങേക്കു ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യാചകന്റെ കൈകളിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈകളിലേക്കെന്ന പോലെ, ഞങ്ങൾ ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു. സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ചു ഞങ്ങൾ തളർന്നു.